ആൻഡ് സെൻറ് ജോസഫ് കോളേജ് ദേവഗിരിയുടെ ടച്ചോടുകൂടി ഇന്നത്തെ ഈ മത്സരം ആരംഭിക്കുകയാണ്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ മികച്ച രീതിയിലുള്ള അറ്റാക്ക് നടത്താൻ സെൻറ് ജോസഫ് കോളേജ് ദേവഗിരിക്ക് സാധിക്കുന്നുണ്ട്. മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പെനാൽറ്റി ഏരിയയ്ക്ക് ഗോകുലം കേരള FC പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ പന്ത് കടത്താൻ സെൻറ് ജോസഫ് കോളേജ് ദേവഗിരിക്ക് സാധിക്കുന്നുണ്ട്. ഹർഷികയുടെ ഒരു ഓവർ ഹെഡ് ബോളാണ്, ഒരു ബ്യൂട്ടിഫുൾ ബോളാണ്. ആൻഡ് പ്രണീത വരുന്നു, പ്രണീത ആൻഡ് ബ്യൂട്ടിഫുൾ സേവ് ഫ്രം ഗ്രീഷ്മയുടെ ഒരു അത്യുഗ്രൻ സേവ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തിരുവനന്തപുരം സ്വദേശിനിയാണ് ഗ്രീഷ്മ, മുൻ ട്രാവൻകൂർ റോയൽസ് FC താരം. ഈ മത്സരത്തിൻ്റെ തുടക്കത്തിനായി ആര്യ മാനസയുടെ ഒരു നല്ലൊരു അറ്റാക്ക് നമുക്കവിടെ കാണാം. ആൻഡ് ഗോൾ നമ്പർ 1 ഗോകുലം കേരള FC അടിച്ചിരിക്കുന്നു. ആദ്യത്തെ ഗോൾ ഹർഷിക എടുത്തിരിക്കുന്നു. ഹർഷിക തൊടുത്തുവിട്ട ഒരു ഷോട്ടിൽ നിന്നും ഗോൾ കണ്ടെത്തുകയാണ് മാനസയുടെ അസിസ്റ്റിലൂടെ. ഗോകുലം കേരള FC മത്സരത്തിൻ്റെ 7ാമത്തെ മിനിറ്റിൽ ആദ്യത്തെ ഗോൾ നേടിയിരിക്കുകയാണ്. മാനസയ്ക്ക് കൊടുക്കണം ഈ ഒരു ഗോളിൻ്റെ മാർക്ക്. ഇടത് വിങ്ങിൽ കൂടി മാനസയുടെ ഒരു നല്ലൊരു ക്രോസിംഗ് നമുക്കവിടെ കാണാം. ഈസിയായി വന്ന് ഫിനിഷ് ചെയ്യുകയാണ്. ഗോൾ കീപ്പർക്ക് യാതൊരു അവസരവും കൊടുക്കാതെ ലോങ് കിക്കാണ്. നേരെ മെർലിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മെർലിനും നിയന്ത്രിച്ച് നിർത്താനാകുന്നില്ല. ഒരു ഷോട്ട് എടുക്കാൻ ശ്രമിച്ചെങ്കിലും യാതൊന്നും സംഭവിക്കുന്നില്ല. ജേഴ്സി നമ്പർ 42 ബേബി ആൻഡ് ബേബിയുടെ ഷോട്ട്, യെസ്, ഗോൾ നമ്പർ 2 ബേബി. അവരുടെ മണിപ്പൂർ സ്വദേശിനിയാണ് ബേബി. മത്സരത്തിൻ്റെ 12ാമത്തെ മിനിറ്റിൽ ബേബി നേടുന്നു അവരുടെ 2ാമത്തെ ഗോൾ. ഇന്ത്യൻ വിമൻസ് ലീഗിൽ ഗോകുലം കേരള FCക്കായി മികച്ച പ്രകടനം നടത്തിയ താരം കൂടിയാണ് ബേബി. ഇന്നേ ദിവസം ഗോകുലം കേരള FCക്ക് വേണ്ടി കേരള വുമൻസ് ലീഗിൽ തൃശ്ശൂർ കുന്നംകുളം ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ 2ാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ് ബേബി. വീണ്ടും ഗോകുലം കേരള FC നല്ലൊരു ക്രോസ് വരികയാണ് പെനാൽറ്റി ഏരിയയ്ക്ക് സമീപത്തായ ബേബി. ഇപ്പോൾ അപകടം മാറുന്നില്ല. ബേബിയുടെ ഷോട്ട് ആൻഡ് ഗോൾ നമ്പർ 3 ഗോകുലം കേരള FC 14ാമത്തെ മിനിറ്റിൽ 3ാമത്തെ ഗോൾ നേടിയിരിക്കുകയാണ് ഗോകുലം കേരള FC. എത്രത്തോളം ഡേഞ്ചർ കളിക്കാരിയാണ് ബേബി എന്ന് നമുക്ക് കാണുക. 2 മിനിറ്റിനിടയിൽ 2 ഗോളുകളാണ് ബേബി നേടിയത്. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്ത് നിന്നുകൊണ്ടും നല്ലൊരു ഇൻ്റർസെപ്ഷനാണ് മാനസ നടത്തിയതെങ്കിലും ഹർഷിക വരുന്ന മൈതാനത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് ഹർഷിക പ്രണീതയിലേക്ക്. പ്രണീത ഒരു 1 vs 1 സിറ്റുവേഷൻ. പ്രണീത ആൻഡ് പ്രണീത അടിക്കുന്നു. മത്സരത്തിൻ്റെ 18ാമത്തെ മിനിറ്റിൽ 4ാമത്തെ ഗോൾ ഗോകുലം കേരള FCക്കായി. 18 മിനിറ്റ് ആകുമ്പോഴേക്കും 4 ഗോളുകൾ നേടാൻ ഗോകുലം കേരള FCക്ക് സാധിക്കുന്നു. ഇന്ത്യൻ വിമൻസ് ലീഗിൽ എത്രത്തോളം ഡേഞ്ചർ ടീമാണ് ഗോകുലം കേരള FC എന്ന് കേരള വുമൻസ് ലീഗിൽ അവർ തെളിയിക്കുകയാണ്. ഒരു 1 vs 1 സിറ്റുവേഷൻ ഗോൾ കീപ്പറുടെ വലത് ഭാഗത്തേക്ക് ഈസിയായി വലയിലെത്തിച്ചുകൊണ്ട് 4ാമത്തെ ഗോളും പ്രണീത നേടുകയാണ്. പ്രണീത ഒരു ലോങ് കിക്കാണ് പ്രണീതയുടെ. ആൻഡ് മാനസ ഗോൾ കീപ്പർ അനായാസം കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് അപകടം മാറ്റുകയാണ്. ഗ്രീഷ്മ രക്ഷകയാവുകയാണ്. ഗ്രീഷ്മ ഇതേ സമയം ഒരു ലോങ് കിക്ക് മാറ്റിക്കൊണ്ട് അപകടം മാറ്റുകയാണ് ഹൃതികയിലേക്ക്. നേരെ അരിയിൽ നിന്ന് നേരെ സോന ഒരു 1 ടച്ച് പാസ് കളിക്കുകയാണ് അവിടെ. ആൻഡ് ബേബിയിൽ നിന്ന് നേരെ പ്രണീത, ജേഴ്സി നമ്പർ 88 പ്രണീത ഒരു കട്ട് ബാക്ക് കൊടുക്കാനുള്ള ശ്രമമുണ്ട്. ഒരു കട്ട് ബാക്ക് നൽകിയിരിക്കുകയാണ്. ആൻഡ് മാനസ നേടുന്നു 38ാമത്തെ മിനിറ്റിൽ. ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-2025 സീസണിലെ ആദ്യത്തെ ഗോൾ മാനസയുടെ പേരിൽ കുറിക്കപ്പെടുകയാണ്. ആൻഡ് ഗോകുലം കേരള FCയുടെ 5ാമത്തെ ഗോളും കൂടിയാണ്. മത്സരത്തിൻ്റെ ആ ഒരു റീപ്ലേ കാണുക. പ്രണീതയുടെ ഒരു ബ്യൂട്ടിഫുൾ കട്ട് ബാക്കാണ് മാനസയ്ക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നത്. ഈസിയായി തന്നെ ഗോൾ കീപ്പറുടെ ഇടത് ഭാഗത്തേക്ക് നിറയൊഴിക്കാൻ സാധിക്കുന്നു. മാനസിൽ നിന്ന് നേരെ ഹർഷിക ആൻഡ് അക്സ മാത്യുവിൻ്റെ നല്ലൊരു ഡിഫൻസ് അവിടെ കാണാം. ആൻഡ് ഹർഷികയുടെ ഒരു ഗോൾ നമുക്ക് കാണാം. 41ാമത്തെ മിനിറ്റിൽ ഹർഷിക നേടുന്നു ഹർഷികയുടെ 2ാമത്തെ ഗോൾ ഈ മത്സരത്തിൽ. റീപ്ലേ കാണുക. അക്സ മാത്യുവിന് ആ ബോൾ ക്ലിയറൻസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അക്സ അതിന് തയ്യാറാവുന്നില്ല. അതുപോലെ തന്നെ ഗോൾ കീപ്പർ ഗ്രീഷ്മയ്ക്കും കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുന്നില്ല. വയ്ക്കാതെ തന്നെ മികച്ച രീതിയിലുള്ള കളി കാഴ്ചവെക്കണം. മടങ്ങി വരാം. ഹർമിലൻ കൗറിനെ ഫൗൾ ചെയ്ത് വീഴ്ത്തുകയാണ് പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തായി. അതിന് തക്കതായ ശിക്ഷയും ലഭിക്കുന്നു ജേഴ്സി നമ്പർ 3 അക്സ മാത്യുവിന്. അത് ചെയ്തേ പറ്റൂ. കാരണം ഇനിയും ഹർമിലൻ കൗറിനെ പെനാൽറ്റി ഏരിയയ്ക്കുള്ളിൽ കടത്തി വിട്ടു കഴിഞ്ഞാൽ ഒരു ഗോളിനുള്ള ശ്രമം അവിടെ നടത്തും. അതുകൊണ്ട്
ആരതിയുടെ നല്ലൊരു പെനട്രേഷൻ പാസ്സാണ് ആരതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട്. ആരതിയുടെ ഒരു ഫസ്റ്റ് ടൈം ക്രോസ് ആണ്. ഹർമിലൻ അപകടം മാറുന്നില്ല. യെസ്, ഹർമിലൻ്റെ സെക്കൻഡ് ഷോട്ടാണ്. ഗോൾ ലൈൻ സേവാണ് അവിടെ ദീപ്തി കൃഷ്ണ നടത്തിയത്. മാനസ എടുക്കുന്നു ഷോട്ട്. മാനസ അടിക്കുന്നു രണ്ടാമത്തെ ഗോൾ ഈ മത്സരത്തിന്റെ 58ാമത്തെ മിനിറ്റിൽ. മാനസ കഴിഞ്ഞ മത്സരത്തിൽ ഗോൾ നേടാനാകാത്തതിൻ്റെ എല്ലാ ഫ്രസ്ട്രേഷനും ഈ ഒരു മത്സരത്തിൽ മാനസ തീർക്കുകയാണ്. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മാനസ ഒരു സുന്ദര ഗോൾ നേടിക്കൊണ്ട് ഗോകുലം കേരള FC-ക്ക് 7ാമത്തെ ഗോൾ സമ്മാനിക്കുകയാണ്. ആ ഗോൾ വന്ന വഴി കാണുക. തട്ടിത്തെറിച്ച് വന്ന ബോളാണ്. നല്ല ഒരു ഷോട്ടിലൂടെ ഗോൾ കീപ്പറുടെ വലത് ഭാഗത്തേക്ക്. ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഒരു ഹെഡർ ചെയ്ത സമയത്ത്. അങ്ങനെ ഒരു മൈനസ് പാസ്സാണ് നേരെ ഗ്രീഷ്മയിൽ. ഒരു മൈനസ് പാസ്സാണ് ഗ്രീഷ്മ കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന. ഒരു ഇൻഡയറക്റ്റ് ഫ്രീ കിക്കാണ്. ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് ആവാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ഗ്രീഷ്മ മനഃപൂർവ്വം ആരതി നൽകിയ പാസ്സാണ് ഗ്രീഷ്മ കൈപ്പിടിയിലേക്ക് ഒതുക്കിയിരിക്കുന്നത്. മത്സരത്തിൻ്റെ അവസാന നിമിഷമാണ് പെനാൾട്ടി ഏരിയയ്ക്കുള്ളിൽ വെച്ചുകൊണ്ട് ഗോകുലം കേരള FC-ക്ക് അനുകൂലമായൊരു ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് ലഭിക്കുന്നത്. മത്സരം 93 മിനിറ്റ് പിന്നിടുന്നു. ഇപ്പോഴും എതിരില്ലാത്ത 7 ഗോളുകൾക്ക് ഗോകുലം കേരള FC ലീഡ് തുടരുകയാണ് ഈ ഒരു മത്സരത്തിൽ. ഇൻഡയറക്റ്റ് ഫ്രീ കിക്കാണിത്. എങ്ങനെയാണ് ഗോകുലം കേരള FC-യുടെ താരങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. ഇൻഡയറക്റ്റ് ഫ്രീ കിക്ക് ബേബി എടുക്കുന്നു. യെസ്, ഹെർമിലൻ നല്ല രീതിയിലുള്ളൊരു ഷോട്ട് എടുക്കാൻ. യെസ്, ഹെർമിലൻ അതുവഴി ഒരു ഗോൾ കിക്കായി മാത്രം മാറുകയാണ്. യെസ്, ഫൈനൽ വിസിൽ വന്നിരിക്കുന്നു. എതിരില്ലാത്ത 7 ഗോളുകൾക്ക് ഗോകുലം കേരള FC സെൻറ് ജോസഫ് കോളേജ് ദേവഗിരിയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്.